കർണാടക സന്ദർശനത്തിനിടെ ഇംഗ്ലീഷിൽ നടത്തിയ പ്രതികരണത്തിലെ ട്രോളുകളോട് പ്രതികരിച്ച് റഹീം എം പി. ഭാഷാപരമായി പരിമിതികൾ ഉള്ള ആളാണ്. ട്രോളുന്നവരോട് ഒരു പരാതിയുമില്ല. കല്ലേറുകൾ എൻ്റെ ഭാഷ മെച്ചപ്പെടുത്താൻ എന്നെ കൂടുതൽ പ്രാപ്തനാക്കുമെന്നും റഹീം പ്രതികരിച്ചു. വാക്കുകളിലേക്ക്. ഭാഷ അറിഞ്ഞുണ്ടെങ്കിലും അവരുടെ വിഷമത്തിന്റെയും സങ്കടത്തിന്റെയും ഭാഷ മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല. എന്റെ ഭാഷ മനസ്സിലാക്കാൻ അവർക്കും പ്രയാസം ഉണ്ടായിരുന്നില്ല. മാർജിനലൈസ്ഡായ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ, അവരെ കാണാൻ, അവരെ കേൾക്കാൻ പോകുന്നതിനിടയിൽ എൻ്റെ ഭാഷയെ മെച്ചപ്പെടുത്തി എല്ലാം ശരിയാക്കിയിട്ട് ഇതിനു വേണ്ടി ഇറങ്ങാൻ കഴിയില്ലല്ലോ. വന്ന കടുത്ത ട്രോളുകളെ പൂർണ്ണമായും ഞാനതിന് ഒരു വിരോധമില്ല. ഈ കല്ലേറുകൾ എൻ്റെ ഭാഷയെ മെച്ചപ്പെടുത്താൻ എന്നെ കൂടുതൽ വ്യക്തിപരമായി പ്രാപ്തനാക്കും. അത് എന്നെ കൂടുതൽ നവീകരിക്കാനും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാനും പ്രാപ്തനാക്കും. അതിന് അവരോടും എനിക്ക് നന്ദിയുണ്ട്. റഹീമിനെ ഇങ്ങനെ ക്രൂശിക്കണോ എന്നാണ് ചോദ്യം. എന്നോടൊപ്പം രാജീവ് ദേവരാജ് ചേർന്നു. രാജീവിടെ ഇത്തരത്തിൽ, കാരണം ഇന്നലെ വൈകിട്ട് മുതൽ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ട്രോളോട് ട്രോളാണ് റഹീം ഏറ്റുവാങ്ങുന്നത്. ട്രോളുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഈ കാര്യത്തിൽ ഈ റഹീമിൻ്റെതായിട്ട് വന്ന, റഹീമിന് വാക്കുകൾ കിട്ടാതെ ബുദ്ധിമുട്ടുന്നതായിട്ട് വന്ന ആ ട്രോളുകളുണ്ട്. അതല്ലാതെ റഹീം അവിടുത്തെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു 3 മിനിറ്റ് വീഡിയോ വേറെ തന്നെയുണ്ട്. അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ ആർക്കൊക്കെയോ താല്പര്യമുണ്ട്. ആ താല്പര്യം ഉള്ളവരാണ് ഇത്. അവിടെ റഹീം പോയി ഈ പ്രശ്നം ബാംഗ്ലൂരിൻ്റെ ഈ യലഹങ്കയിൽ ഈ വിമാനത്താവളത്തോടൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ആളുകളെ ഒഴിപ്പിച്ചത്, അവരുടെ വീടുകൾ ഇടിച്ചു തകർത്തത്, ഈ പറയുന്ന പ്രശ്നം നേരിട്ട് പോയി ഡിസംബർ 20-ാം തീയതിയാണ് കേട്ടോ ഇത് നടക്കുന്നത്. അവിടെ നേരിട്ട് പോയി ഈ പ്രശ്നം പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് പ്രതികരിച്ചപ്പോഴാണ് അതിൽ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഈ രീതിയിൽ ട്രോൾ ചെയ്ത്. അപ്പോൾ അങ്ങനെ ട്രോള് പറഞ്ഞ കാര്യമാണ് അല്ല, അതിനകത്ത് ഇന്നിപ്പോ റഹീം തുറന്നു പറയുന്നുണ്ടല്ലോ, എനിക്ക് ഭാഷാപരമായ പരിമിതി ഉണ്ട്. അതിപ്പോ റഹീം പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ പാർലമെന്റിൽ സംസാരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ റഹീം ബുദ്ധിമുട്ടുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കൂടുതലും മറ്റ് അവരവരുടെ ഭാഷയിലൊക്കെ സംസാരിക്കാം. അങ്ങനെയാണെങ്കിൽ സംസാരിച്ചാലും മറ്റ് പാർലമെന്റ് അംഗങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പല അംഗങ്ങളും മലയാളത്തിൽ സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ട്. എന്തിന് ഇംഗ്ലീഷിൽ നന്നായിട്ട് പ്രസംഗിക്കുന്ന ജോൺ ബ്രിട്ടാസ് പോലും മലയാളത്തിൽ സംസാരിക്കുന്നത്, പാർലമെന്റിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്, അതായത് അവർക്ക് പറയാനുള്ള കാര്യം അവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് ഇവിടെ കേരളത്തിൽ മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ അവിടെ മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ ആളുകൾക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതൊരു ഇതിൻ്റെ മറ്റൊരു വശം. ഇത് റഹീമിനെ ഈ രീതിയിൽ ഈ ഭാഷാ പ്രശ്നത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പരിഹസിച്ചതിൻ്റെ, ആക്ഷേപിച്ചതിൻ്റെ പിന്നിൽ ഉള്ള താല്പര്യം എന്ന് പറഞ്ഞത് ആ ബാംഗ്ലൂരിൽ നടന്ന പ്രശ്നം എന്താണ് എന്നുള്ളത് മറച്ചുവെക്കുക. അത് കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഇതിനെതിരെ ആദ്യം ശക്തമായ വിമർശനം ഉയർന്നത്. കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വന്ന പ്രതികരണം, ഈ കാര്യത്തിലുള്ള ഹൈക്കമാൻഡിന്റെ സീരിയസ് കൺസേൺ ഞങ്ങൾ കർണാടക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇത് സെൻസിറ്റിവിറ്റിയോടുകൂടി അല്ലെങ്കിൽ സഹാനുഭൂതിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു എന്നുള്ളതും, ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് ഇതിന്റെ മൊത്തം മാനം മാറി. അപ്പോൾ കിട്ടിയ ഒരു കാര്യം എന്നുള്ള രീതിയിൽ ട്രോൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ എൻ്റെ ഒരു കാഴ്ചപ്പാട്, അത് നമ്മൾ ഈ ഒരു ഗൃഹപാഠം നടത്തുന്നതിൽ റഹീമിന് ഇച്ചിരി പിന്നോക്കം പോയിട്ടുണ്ടോ, പക്ഷേ പറ്റിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. കാരണം വെച്ചാൽ ആദ്യമായുള്ള സംഭവമല്ല, രാജീവൻ തന്നെ പറഞ്ഞു, ആദ്യത്തെ സംഭവമല്ല. നമ്മൾ കേട്ടിട്ടുണ്ട്, പാർലമെൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പാർലമെൻറ്റ് പുറത്തും ഇത്തരത്തിലുള്ള ഭാഷാ പോരായ്മ, പരിമിതികൾ പലപ്പോഴേ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ VS അച്യുതാനന്ദൻ 4ാം ക്ലാസ് മാത്രം ആ ഒരു പഠനമുള്ള VSൻ്റെയൊക്കെ എത്രയോ ഇംഗ്ലീഷ് നേരിട്ട് തന്നെ കേട്ടുള്ളവരാണ്. പിന്നെ ഒരു കാര്യം, ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു MP എന്നൊക്കെ പറയുമ്പോൾ ആളുകളെ സംബന്ധിച്ച് അഗാധമായ രീതിയിൽ വായനയിലുള്ള ആ ഒരു പരന്ന വായന, അത് ആംഗലേയ ഭാഷയിലും എല്ലാ ഭാഷയിലുള്ള ജ്ഞാനം എന്നൊക്കെയുള്ള ഒരു ധാരണകളുണ്ട്. അപ്പോൾ ആ ധാരണയിലൊക്കെ മെച്ചപ്പെടുത്തുന്നതിന്, അതൊരു പാച്ചപ്പ് ചെയ്യുന്നതിൽ റഹീമിനൊരു പരിമിതി സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം പ്രധാനമാണ്. എല്ലാവർക്കും നമുക്ക് തരൂരിനെ പോലെ ആകാൻ കഴിയില്ല. കാരണം വെച്ചാൽ നമ്മൾ സാധാരണ അല്ലെങ്കിൽ ഇടതടവില്ലാതെ കൈകാര്യം ചെയ്യുന്ന ഭാഷയല്ല ഇംഗ്ലീഷ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു പോരായ്മ അവിടെ റഹീമിന് സംഭവിച്ചോ? ഇപ്പോൾ പ്രതീക്ഷ തന്നെ പറഞ്ഞ VS അച്യുതാനന്ദൻ്റെ കാര്യം പറഞ്ഞല്ലോ. VS അച്യുതാനന്ദൻ 2006 മുഖ്യമന്ത്രിയാകുന്ന ഘട്ടം വരുമ്പോൾ ഇല്ല, VS അച്യുതാനന്ദൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുകയല്ലേ ചെയ്തത്. ആ ഒരു നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നു, അതുപോലെ തന്നെ പാർട്ടി തീരുമാനിക്കുന്നു, മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ തന്നെ കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്നു, അങ്ങനെ വരുന്നു. അപ്പോൾ ഭാഷാപരമായ പരിമിതി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ ഇടപെടുന്നതിനോ പൊതു പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനോ ഒരു തടസ്സമായി മാറുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ആ രീതിയിൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആളുകളെ നിറത്തിൻ്റെ പേരിൽ, രൂപത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിലൊക്കെ ഇകഴ്ത്തിക്കാട്ടുകയും
താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്നത് അതിന് സമാനമായ ഒരു കാര്യമായിട്ട് മാത്രമേ ഈ ഭാഷയുടെ പേരിൽ ആളുകളെ ഇങ്ങനെ മോശമാക്കുന്നതിനെയും കാണാൻ കഴിയുള്ളൂ. അവർ ഏറ്റെടുക്കുന്ന പ്രശ്നം എന്താണ്, അവർ പറയുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ കമ്മ്യൂണിക്കേഷനാണ് സാധ്യമാകേണ്ടത്. കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന അതൊരു പരിമിതി ഉണ്ടെങ്കിലും ആ പരിമിതിയെ മറികടന്നുകൊണ്ട് ഒരു പ്രശ്നം ഏറ്റെടുക്കാൻ ചെല്ലുമ്പോൾ ആ പ്രശ്നത്തിന്റെ മെറിറ്റാണ് നമ്മൾ ആദ്യം നോക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല ഇപ്പോ റഹീം വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഭാഗമാണ് കട്ട് ചെയ്ത് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഒരു 3 മിനിറ്റിൻ്റെ ഉള്ള ഒരു വീഡിയോ, അതല്ലാതെ അയാൾ അത്യാവശ്യം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഗമുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ അതിന് പിന്നിലുള്ള താല്പര്യത്തെക്കുറിച്ചാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് ഇതിൽ. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കേന്ദ്രീകരണം UDF അനുകൂലമായിട്ട് വന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് വീണ്ടും വന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്, മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം പുറകിൽ നിന്ന് ഈ പ്രചരണ പരിപാടികൾക്ക് ഇന്ധനം ഒഴിച്ചു കൊടുക്കുന്ന മറ്റു ചിലർ അവരും ശ്രമിക്കുന്നു. ചിലപ്പോഴേക്കും നമുക്ക് ഈ ട്രോള് റഹീമിനെ സംബന്ധിച്ച് ട്രോള് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു വിളിപ്പേര് പോലും ഇട്ട് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ സാധാരണ ഇത്തരം ട്രോളൊക്കെ പോസിറ്റീവായിട്ട് ഭവിക്കാണ്ട് ഒരു ഇരഭാവം വരാറുണ്ട്. അങ്ങനെ ഒരു ഞാൻ പറയുന്നത് ഇന്ന് റഹീം എടുത്ത നിലപാട് വളരെ അതായത് മാതൃകാപരമായ അല്ല. എന്തുകൊണ്ട് എനിക്ക് ഭാഷാപരമായ പരിമിതി ഉണ്ട്, പക്ഷേ എനിക്ക് അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ആ ഭാഷ എനിക്കൊരു തടസ്സമല്ല. ഇപ്പോൾ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിട്ടില്ല, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിന്ന് അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് ഈ മണിശങ്കർ അയ്യർ ഇട്ടുകൊടുത്ത ഒരു ആയുധം, അതായത് നരേന്ദ്രമോദി ചായ വെച്ച് നടന്ന ആളാണ് എന്ന് പറഞ്ഞത്, അത് കൃത്യമായിട്ട് നരേന്ദ്രമോദിയുടെ PR ടീം അത് ഏറ്റെടുത്ത് ചായ പേ ചർച്ച നടത്തി. പിന്നെ ചായക്കാരനാണ്, ഞാൻ ചായ വെച്ച് നടന്ന ആളാണെന്നുള്ളത് അഭിമാന ബോധത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു. അത് ഈ രാജ്യത്തെ ജനങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ ആരെങ്കിലും ഇനിയിപ്പോൾ അങ്ങനെ കളിയാക്കാൻ പോവുമോ? ഇല്ലല്ലോ. അത് നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ പാഠമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ CPM-കാർ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാനോ അംഗീകരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് കാണിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ റഹീം ഇന്ന് ഈ കാര്യത്തിൽ വളരെ. പിന്നെ ഒരു കാര്യം കൂടി, ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ, അവരൊരു മാതൃകാ പുരുഷന്മാരാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ, വാക്കുകൾ എല്ലാവരും കുട്ടികളിൽ പോലും ആഴത്തിലേക്ക് സ്പർശിക്കപ്പെടാം. അങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് അത് ഉറ്റുനോക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയും. ട്രോളർമാരെ അങ്ങേയറ്റം വിമർശിക്കുന്ന ട്രോളർമാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വിമർശനത്തോട് കാണുന്ന ആളുകളെയൊക്കെ ഇതിപ്പോ ഇതിനകത്ത് ഇപ്പം വസ്തുതാപരമായിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാം. അതല്ലാതെ രാഷ്ട്രീയക്കാർ പറയുന്ന ഭാഷ കേട്ട് വേണം ശുദ്ധമായ ഭാഷ പഠിക്കാൻ എന്ന് നമ്മൾ വിചാരിക്കുന്നത് മണ്ടത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ ശശി തരൂരിനെ ആ കാര്യത്തിൽ മാതൃകയാക്കാം. ഇതിനകത്ത് നമ്മൾക്ക് നമ്മളുടെ ഒരു വകതിരിവ്, അതല്ലെങ്കിൽ വേർതിരിച്ച് അറിയാനുള്ള കഴിവ് നമ്മൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ, പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഇത് പറഞ്ഞത് അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ളത് കുട്ടികൾക്കും ഇത് മനസ്സിലാവുന്നേ. അതല്ലാതെ ഇത് കേട്ട് ഈ ഇംഗ്ലീഷ് കേട്ട് റഹീമിന്റെ ഇംഗ്ലീഷ് കേട്ട് കുട്ടികൾ വഴിതെറ്റി പോകുന്ന അതൊക്കെ വെറുതെ അനാവശ്യമായ വിദണ്ഡവാദമാണ്. അതിനകത്തൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ പറയുന്നത് ഇത്തരത്തിലൊരു അഡ്രസ് ചെയ്യാൻ ശ്രമിച്ച വിഷയം അത് ചിലർക്ക് കൊള്ളുന്നുണ്ട്, ചിലരുടെ നെഞ്ചത്ത് കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പക്ഷെ അത് ഈ ഭാഷയുടെ അല്ലെങ്കിൽ പോരായ്മയുടെ പേരിലൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കഷ്ടമാണ്. അപ്പോൾ രാജീവേട്ടൻ റഹീമിനൊപ്പം തന്നെയാണ്. അല്ല, ഞാൻ ഈ റഹീമിനൊപ്പം എന്നുള്ളതല്ല, ഇത് ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ വിഷയത്തെയാണ് കാണുന്നത്. ഞാൻ റഹീമിൽ കാണുന്ന ഇന്ന് കണ്ട പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാഷാപരമായ പരിമിതി ഉണ്ട് എന്ന് ആ ചെറുപ്പക്കാരൻ തുറന്നു പറയുകയാണ്. അതിനെ നമ്മൾ അംഗീകരിക്കണം. എന്നിട്ട് അയാൾ പറയുന്ന പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ കാണണം. അതിനകത്ത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിയുമോ? സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കളഞ്ഞവരെ, അത്രേ ഉള്ളൂ. തീർച്ചയായും. അപ്പോൾ റഹീമിനോട് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗൂഢാലോചന പോലും നടക്കുന്ന രീതിയിലേക്ക് തലത്തിലേക്ക് ആ തലത്തിൽ നിന്നുകൊണ്ട് വലിയ അറ്റാക്ക്, സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് നമ്മൾ വിലയിരുത്തിയത്.